ഗൈസ് ഞാനാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു, നിങ്ങൾക്കാണെങ്കിൽ ഒരു 2 വണ്ടി ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗീവ് അവേ വിന്നർ ഞാനാണെങ്കിൽ തിരഞ്ഞെടുത്തിട്ടില്ല ഗൈസ്. എന്തായാലും തിരഞ്ഞെടുക്കും. നമ്മൾ ഈ ഒരു ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ആ ഒരു 2 വിന്നേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്ന് ഞാനാണെങ്കിൽ ഒരു കിടിലം പോലത്തെ ഒരു മീറ്റ് വെച്ചാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നമ്മുടെ റേഞ്ച് റോവറാണ്. ഇതെനിക്കൊരു പുള്ളിക്കാരനാണെങ്കിൽ കൊണ്ട് തന്നാണ്. ഏകദേശം 2 വണ്ടി തന്നിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റയിലെ ലോഗോ ഒക്കെ വെച്ച് ചെയ്ത ഒരു കിടിലം പോലത്തെ വണ്ടിയിൽ അത്യാവശ്യം നമ്മുടെ പിക്ചറൊക്കെ വെച്ച് ഡിസൈനൊക്കെ ചെയ്ത് കിടിലമാക്കി തന്നിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടമായെന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ റേഞ്ച് റോവറാണ്. റേഞ്ച് റോവറിൻ്റെ മെയിനിലായിട്ട് റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് കേൽ ബോയ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റയിലെ ലോഗോ ആണ്. ഇൻസ്റ്റയിലുള്ള കൂട്ടുകാർക്ക് അറിയാനായിട്ട് പറ്റും. റൂം ഇട്ടിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ. എന്തായാലും കുറച്ച് പേരൊക്കെ കയറി വരുന്നുണ്ട്. ഇവിടെ ഒരു ബസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു പോർഷ കയറി വരുന്നുണ്ട്. എന്തായാലും ഗൈസ് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്തായാലും ഗൈസ് നമുക്ക് മേലോട്ട് പോവാം. ഞാനാണെങ്കിൽ ഇവരെ എല്ലാം വിളിച്ചുകൊണ്ട് നമ്മുടെ ഈ മല കയറ്റാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് നടക്കൂല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കണ്ട് തന്നെ അറിയാം. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഈ CPM കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ നമ്മൾ മലമേളിലായിട്ട് പോകാനായിട്ട് പോകണം. ഈ ഒരു പ്ലേസാണ് നമ്മൾ ചൂസ് ചെയ്തത്. കാരണം എല്ലാവരുമായിട്ട് പോകാമെന്ന് വെച്ചാണ് ഞാൻ നിന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഇവിടം വരെ വണ്ടി കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കയറ്റാൻ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഇടിച്ച് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാനിവിടെ കൺട്രോൾ ഹൈഡ് ആയിരിക്കുന്ന കാരണം തന്നെ എനിക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഹൈഡ് ആക്കിയല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റ് കണക്ക് വരുമെന്ന് ഓർത്തിട്ട് നമ്മളിപ്പോൾ ഹൈഡാക്കി വെച്ചുകൊണ്ട് ചെയ്യുന്നത്. എന്നാലും നമ്മൾ നേരെ ഇതിൻ്റെ മണ്ടക്കോട്ട് പോകാനായിട്ട് പോവാണ്. അവിടെ ചെന്ന് എന്ത് നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. കുറേ പേര് എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇവരെ എല്ലാവരും വിളിച്ചുകൊണ്ട് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോകുന്നത്. നമ്മളാണെങ്കിൽ ഏതോ ഒരു വണ്ടി ഞാൻ പോർഷെ ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു പോർഷൻ കൊണ്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരിക്കൽ. അപ്പോഴത്തേക്കും എൻ്റെ വണ്ടി കയറി പോകുന്നില്ലായിരുന്നു. ഈ ഒരു വണ്ടി കയറോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടം വരെ വന്നപ്പോഴത്തേക്കും വണ്ടി പാളാൻ തുടങ്ങി. ഇനി കയറത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും ഞാൻ നേരെ നമ്മുടെ വണ്ടി താഴത്തോട്ട് ഇറക്കിയിട്ട് ഇനി വേറെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ അങ്ങോട്ട് കയറി വരാൻ പറ്റാതിരിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു വണ്ടി കയറ്റിയാലും നമ്മുടെ ഫോളോവേഴ്സിന് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലൈങ് സ്ക്വയറിൽ പോകുന്ന കാണാനായിട്ട് പറ്റും. എല്ലാവരും ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്കും തന്നെ ഫുള്ള് പൊടിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽ എന്ന് പറഞ്ഞൊരു ബസ് കയറി വന്നു. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ചെയ്തൊരു ബസ്സാണ്. എന്നാലും ആ ഒരു ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് ഗീസ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഒരു BM നിർത്തിയിട്ടുണ്ട്. ആ പുള്ളി എന്തോ ആലോചിച്ച് നിന്ന് പോയതാണെന്നാണ് തോന്നുന്നത്. എന്നാലും വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വഴി കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ആ വഴി നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. അവരാണെങ്കിൽ എല്ലാവരും കൂടെ വരുന്നുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പോയി ഗീസ്. എന്തായാലും ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു ഇൻസ്റ്റയിലെ ആ ഒരു ഫേസിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കേൽ ബോയ് എന്ന പേരും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കാണ് ആ ഒരു ബ്രോ ഈ ഒരു വണ്ടി വർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു ബ്രോയുടെ ID ഒക്കെ വേണ്ട കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് പറ്റും. എത്ര കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ കാണുന്നവർ എത്ര പേരുണ്ട് ഇൻസ്റ്റയിലെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്കും വണ്ടിയാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടപ്പം പിന്നെ അങ്ങോട്ട് വണ്ടി കയറുന്നില്ല. ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ പെട്ടോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവരെ വിളിച്ചോട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവായിരുന്നു. പക്ഷെ ഇപ്പം അത് ഇനി നടക്കത്തില്ലെന്നാണ് തോന്നുന്നത്. ഞാനാണെങ്കിൽ വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് നൈസായിട്ട് നീങ്ങി നിൽക്കുവാണ്. എന്തായാലും ഒരു ബ്രോ ആണെങ്കിൽ ആ ബ്രോയുടെ പോർഷെ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ തൊപ്പി വന്നിട്ടുണ്ട്. എന്തായാലും തൊപ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തായാലും നമ്മുടെ തൊപ്പിയാണ് നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരനാണ് എന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കുറച്ച് പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ക്യാമറ ആംഗിൾ ജസ്റ്റ് ഒന്ന് സെറ്റായില്ല. ഇവിടത്തേക്ക് എൻ്റെ വണ്ടി വന്നപ്പം അലമ്പായി. നമ്മുടെ ആ തൊപ്പിയുടെ വണ്ടി വെച്ച് ഞാൻ ഒരു പിക്ക് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ അത് അലമ്പായിപ്പോയി. ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് ഹൈയിൽ വെച്ച് എടുക്കാമെന്ന് ഞാൻ നോക്കി. അപ്പോഴത്തേക്ക് വേറൊരു ബ്രോ ആണെങ്കിൽ ബസ് കൂടെ കൊണ്ടുവന്നു. എന്നാലും ബസ് ഇട്ടപ്പോൾ കുറച്ചുകൂടെ കൊള്ളാമല്ലോ. അപ്പോൾ സെറ്റാക്കി കൊണ്ടിരിക്കുവാണ് ഇപ്പം. ഞാനാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് പിക്ക് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾ തംബ്നെയിലായിട്ട് കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ഫൈനലി ഞാനാണെങ്കിൽ കുറച്ചധികം പിക്കും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തായിരുന്നു. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്താണ് ഒരു ഡോഡ്ജ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു പോർഷെ ഉണ്ട്. പിന്നെ നമ്മുടെ റേഞ്ച് റോവർ ഉണ്ട്. ചെക്കൻ്റെ ഫുള്ളായിട്ട് സൈഡിലൊക്കെ അഴുക്കൊക്കെ പറ്റി നമ്മൾ ആ മലയൊക്കെ കയറ്റിയതാണ്.
അതാണ് ഫുള്ളായിട്ട് അഴുക്കൊക്കെ പറ്റി പൊളിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ പ്രിൻ്റൊന്നും ഇപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിലേക്കായി. പിന്നെ ഈ ഒരു തൊപ്പിയുടെ പ്രിൻ്റൊക്കെ ഉള്ള വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഒരു കിട്ടില്ലം പോലത്തെ ഡിസൈനാണ് അല്ലേ ഗൈസ്. ഈ ഒരു ഗെയിമിലേക്ക് ഇതൊക്കെ ചെയ്തിറക്കുന്ന ആരാന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും ആ പുള്ളിക്കാരനെ സമ്മതിക്കണം. ഇപ്പോഴാണെങ്കിൽ എല്ലായിടത്തും ഈ ഒരു ഡിസൈൻ കോളനിയാണ്, പക്ഷേ ഫസ്റ്റായിട്ട് ചെയ്ത് ആരാന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ അടുക്കാണെങ്കിൽ നമ്മളൊരു ഹോണ്ട സിവിക്കി ഉണ്ടായിരുന്നു, അത്യാവശ്യം കിട്ടില്ലം പോലത്തെ ഒരു വർക്ക് ചെയ്തൊരു സിവിക്കിയാണ്. സൈഡിലായിട്ട് എന്തോ പൂച്ചയുടെയൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബ്ലൂ കളറിൽ ചെയ്തിട്ടുണ്ട്, റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ കൂട്ടുകാരുടെയും ഡിമാൻഡായ ഒരു ഐറ്റമാണ് ഈ എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്, നമ്മുടെ ഫ്ലൈയിങ് സ്ക്വറലാണ്. ഫ്ലൈയിങ് സ്ക്വറൽ ഇപ്പോഴാണെങ്കിൽ കുറേയധികം കോപ്പീസ് നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ഒരു ഫ്ലൈയിങ് സ്ക്വറൽ അധികം ആരുടെയും കയ്യിലില്ല. എന്തായാലും ഗെയ്സ് അങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. എടുക്കുമ്പോൾ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മുടെ തൊപ്പിയുടെ ഡിസൈൻ അതേപോലെ, തൊപ്പിയല്ല നമ്മുടെ ഫ്ലൈയിങ് സ്ക്വറലിൻ്റെ ഡിസൈൻ അതേപോലെ തന്നെ സെറ്റാക്കി വെച്ചൊരു PM എടുക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ ആണെങ്കിൽ ഒരു 4 ആൾ നോക്കും ഗൈസ്. നിങ്ങളാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ കയറി കളിക്കാനായിട്ട് ഓൺലൈനിലായിട്ട് പ്ലേ ചെയ്താൽ പോകാനാണെങ്കിലും നമ്മുടെ എല്ലാവരും നോക്കിക്കും, അമ്മാതിരി ഐറ്റമാണ് അത്. ഒറിജിനലായിട്ട് സംഭവം നിങ്ങൾ ആ ഒരു സെയിം ഡിസൈൻ ഇതിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കിഡിലുമായിരിക്കും. കുറച്ച് വണ്ടിയുണ്ട് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തത്, പക്ഷേ റെയറാണ്. നിങ്ങളും ഫ്ലൈയിങ് സ്ക്വറലിൻ്റെ ഡിസൈനൊക്കെ ഇറക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്ത് ഇറക്കാനായിട്ട് നോക്കുക ഗൈസ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തീമിൽ ഇറക്കിയാൽ അത് കുറേ പേരയിൽ ആ സെയിം ഒരു ഡിസൈൻ കാണും. നിങ്ങളുടെ കയ്യിരിക്കുന്ന സാധനം തന്നെ പലരുടെ കയ്യിൽ കാണും, പക്ഷേ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വറലിൽ ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്തത് കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. എന്തായാലും അത് നിങ്ങൾക്കും അറിയാമായിരിക്കും. അപ്പോൾ ഗൈസ് എന്തായാലും എൻ്റെ വണ്ടിയാണ് ഫുള്ളായിട്ട് ഇവിടെ പൊളിഞ്ഞു പോയി. ഫുള്ള് സൈഡൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോഴാണ് എൻ്റെ പ്രിൻ്റൊന്നും കാണുന്നില്ല. എൻ്റെ പ്രൊഫൈൽ പിക്കിൻ്റെ പ്രിൻ്റൊക്കെ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ കാണാൻ പോലും പറ്റത്തില്ല ഗൈസ്. പിന്നെ നല്ല രീതിക്ക് മൂക്കടഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം. അങ്ങനെ ഗൈസ് കുറേ കൂട്ടുകാർ എൻ്റെ എനിക്ക് ചോദിച്ചൊരു കാര്യമാണ്, ബ്രോയുടെ ബീറ്റപ്പിൽ എങ്ങനെ ജോയിൻ ആകണമെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി ഗൈസ്. നമ്മുടെ കമൻറ്റ് ബോക്സിലാണ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ആ ലിങ്ക് വഴി കയറിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കുക. അവിടെ നമ്മൾ ഐഡിയും പാസ്വേഡൊക്കെ ഇടുന്നതായിരിക്കും, അതുപോലെ തന്നെ സർവറൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ടൈമും ഇടുന്നതായിരിക്കും ഗൈസ്. എന്തായാലും മസ്റ്റായിട്ടും എല്ലാ കൂട്ടുകാരും ജോയിൻ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരാണെങ്കിലും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനിടക്കാണ് ഒരു ബ്രോ പറയുന്നുണ്ട് വണ്ടി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ വണ്ടി കുറച്ചേ ഉള്ളൂ. കുറേ കൂട്ടുകാർ കൊണ്ട് വണ്ടി തന്നിട്ട് പറയുന്നതാണ് ആർക്കും കൊടുക്കരുതെന്ന് പറയും. അപ്പം ഞാൻ എന്താ ചെയ്യാനാണ് കേസ്, നിങ്ങൾക്ക് തരാനായിട്ടും പറ്റത്തില്ല. അപ്പം എന്തായാലും ഞാനാണെങ്കിൽ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. എത്ര പേര് എൻ്റെ കൂടെ വരുമെന്ന് അറിയത്തില്ല, കാരണം നമ്മുടെ BM ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും വന്നേനെ. ഇപ്പോഴാണെങ്കിൽ അധികം ആരും വരുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം കേസ് ആരൊക്കെ വരുമെന്നൊക്കെ ഉള്ളതില്ല. ഞാൻ നേരെ ഇവരെ കൊണ്ട് പോർട്ടിലേക്ക് പോവുകയാണ്. എത്ര കൂട്ടുകാരും അങ്ങോട്ട് വരുമെന്നൊന്നും എനിക്കൊരു പിടുത്തവുമില്ല. എൻ്റെ പുറകെ അങ്ങോട്ടൊക്കെ കുറേ പേര് പോകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ ഈ എല്ലാവരും അവിടെ ആൾ കൂടി നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് എല്ലാവരും പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു മച്ചാൻ, നമ്മുടെ തൊപ്പി ബ്രോ തന്നെ എനിക്ക് ഒരു 10,000 രൂപ സെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗീസ് വളരെ നന്ദിയുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഒട്ടുമില്ല ഗീസ്, പൈസ കുറവാണ്. ഞാനാണെങ്കിൽ ഒരു ഡോഡ്ജ് മേടിച്ചായിരുന്നു. വന്നിട്ട് ഡോഡ്ജിന് ഞാൻ ഒരാൾക്ക് കൊടുത്തു, ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തു. നമ്മൾക്ക് വന്ന് ചോദിച്ചതാണ് ഗീസ്. അപ്പോഴത്തേക്ക് നമ്മൾ ആ പുള്ളിക്കാരന് കൊടുത്തേച്ചു. ഞാൻ എത്രയോ മില്യൺ രൂപ കൊടുത്താണ് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേയധികം പൈസ ഉണ്ടായിരുന്നു, അതെല്ലാം കൊടുത്താണ് ആ ഡോഡ്ജ് ഞാൻ മേടിച്ചത്. പക്ഷേ ആ ഡോഡ്ജ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഗീസ്. ഞാൻ അത്രയും ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമായിരുന്നു. എന്തായാലും അതൊക്കെ ഓക്കെ, അതൊക്കെ പോട്ടെ ഗീസ്. ഞാൻ നേരെ നമ്മുടെ പോർട്ടിലേക്ക് പോവാണ്. എത്ര കൂട്ടുകാർ വരുമോയെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറച്ച് പേരെൻ്റെ കൂടെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനാണെങ്കിൽ വണ്ടി റിപ്പയർ ചെയ്യാമെന്നും പറഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആയിട്ട് റിപ്പയർ ചെയ്യുന്ന സ്ഥലമൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും ഫുള്ളായിട്ട് വണ്ടി അഴുക്കായിരിക്കുവാണ്, നമ്മുടെ പ്രിൻ്റൊന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ബാക്കിലൊക്കെ പൊട്ടിയിരിക്കുവാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഫുള്ളായിട്ട് ഇടിച്ച് തെറിപ്പിച്ചാണ് പോകുന്നത്. എന്തായാലും വണ്ടി പണിയായി. ഇനി നമുക്ക് ഫുള്ളായിട്ട് പണിയായിട്ട് കയറ്റാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ബ്രോ 1000 രൂപ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് പൈസ അയച്ചു തരുന്നുണ്ട്. ഈ പൈസ അയച്ചു തന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എനിക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് റിപ്ലൈ ഒന്നും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന് എൻ്റെ കൂടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോർഷയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഈ ഒരു പോർഷ നല്ലൊരു വണ്ടിയാണ്, അത്യാവശ്യം നല്ലൊരു രീതിക്ക് തന്നെ കോളനി ആയൊരു വണ്ടി കൂടെ ആണെങ്കിൽ അത് മിക്ക പ്ലേസിൻ്റെയിലും ആ ഒരു സെയിം ഡിസൈനിലെ പോർഷയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓരോരുത്തർ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും ഒരു ബ്രോയാണ് എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു, എവിടെയാണ് മീറ്റപ്പ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ ആണെന്ന് പറയുവാണ്, ഞാൻ ഇവിടെ ആണെന്ന് പറയുവാണ്. എവിടെയാണെന്ന് പുള്ളിക്കാരനും അറിയത്തില്ല.
അവിടെയല്ലെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, എല്ലാ കൂട്ടുകാരും മാപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ആയിട്ട് എല്ലാവരും നിൽക്കുവാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല ആരും. കാരണം ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ, അവിടെയാണ് എല്ലാവരും നിൽക്കുന്നത്. അവിടെ ആൾ കൂടി നിൽക്കുന്ന കാരണം തന്നെ വരുന്ന എല്ലാവരും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് ഇത് ഏത് വണ്ടിയാണെന്ന് മനസ്സിലായി. എനിക്കാണെങ്കിൽ ഈ വണ്ടി ഏതാണെന്ന് കത്തിയില്ല. എൻ്റെ ബാക്കിലായിട്ട് ഇപ്പോൾ ഒരു വണ്ടി വന്ന് നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയ റൂഫ് ബോക്സ് സെറ്റ് ചെയ്ത ഒരു നൈസായിട്ടുള്ള വണ്ടി. ഇതിൻ്റെ ഒരു പേരറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ ഇതിൻ്റെ പേരറിയത്തില്ല. എന്നാലും ഈ കൊള്ളാം, ഒരു കിടിലം പോലത്തെ വണ്ടി. ഞാനാണെങ്കിൽ ഓടിക്കാമെന്ന് പറഞ്ഞാണ് അടുക്കയിലേക്ക് പോയത്. അപ്പോഴത്തേക്കും ആ പുള്ളിയാണെങ്കിൽ ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ സാധാരണ എനിക്ക് ഓടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ എല്ലാ കൂട്ടുകാരും അടുത്ത മീറ്റപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഡെയിലി ഇനി മീറ്റപ്പൊക്കെ വെക്കുന്നതായിരിക്കും. മസ്റ്റായിട്ട് നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കുക. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.